പട്ടര്. ഞങ്ങളുടെ ബിൽഡിങ്ങിന് മുന്നിലുള്ള തുളസി ചെടിയിൽ നിന്നും ഒരു പിടി തുളസിയിലയുമായി സ്റ്റെപ്പുകൾ കയറി പോകുന്ന പട്ടരെ ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ കാണാറുണ്ട്. ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ തൊട്ടു മുകളിലത്തെ ഫ്ലാറ്റിലാണ് അദ്ദേഹവും കുടുംബവും താമസിക്കുന്നത്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ഇദ്ദേഹം എന്തിനാണ് ഇങ്ങനെ തുളസിയില എടുക്കുന്നത് എന്ന് ഞാൻ പലതവണ ആലോചിച്ചിട്ടുണ്ട്. പൂജാ ആവശ്യങ്ങൾക്കാണ് എന്നാണ് ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത്. ഞങ്ങൾ ഉൾപ്പെടെയുള്ള അയൽപ്പക്കക്കാരുടെ വീട്ടിൽ നിന്നും ഉയരുന്ന ഇറച്ചിയുടെ മീനിന്റെ മണത്തിൽ നിന്നുള്ള രക്ഷ നേടലാണ് ഉദ്ദേശമെന്ന് പിന്നീട് മനസ്സിലായി. മൊത്തം 12 കുടുംബങ്ങൾ ഈ ബിൽഡിങ്ങിലുണ്ട്. 11 മാംസബുക്കുകളും ഇടയിൽ ഒരു പട്ടരും. എന്റെ പൊന്നു പട്ടരെ, നിങ്ങൾ കുറച്ചധികം തുളസിയിലകൾ ഇറുക്കേണ്ടി വരുമല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. ഇടയ്ക്ക് ലുലുവിൽ പോയപ്പോൾ ഉണക്ക ചെമ്മീൻ ഇരിക്കുന്നത് കണ്ടു. ചെമ്മീൻ ചമ്മന്തിയും ചെമ്മീൻ മുളകിട്ടതും എല്ലാം പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വന്നു. ആർത്തി മൂത്ത് 2 പാക്കറ്റ് വാങ്ങി വീട്ടിലെത്തി. പിറ്റേന്ന് ഉച്ചയ്ക്ക് ഒരു ചട്ടിയിൽ ചെമ്മീൻ വറുക്കാൻ ആരംഭിച്ചു. ഏതാണ്ട് 2 മിനിറ്റ് കഴിഞ്ഞു കാണും. വീടെങ്ങും വല്ലാത്തൊരു നാറ്റം. ഒരു 10 മീൻചന്ത ഒന്നിച്ചു തുറന്നൊരവസ്ഥ. നാറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ചെമ്മീൻ എടുത്തൊരു പാത്രത്തിൽ അടച്ചു വെച്ചു. ഹോളിലെ 2 ജനലുകളും തുറന്നിട്ടു. ഓടി നടന്ന സ്പ്രേ അടിച്ചു. തിരി കത്തിച്ചു വെച്ചു. നാറ്റം കുറയുന്നതേയില്ല. പുറത്ത് കളിച്ചു നടന്നിരുന്ന ഒരു പറ്റ വീഴ്ചകൾ ചെമ്മീൻ നാറ്റത്താൽ ആകൃഷ്ടരായി കൂട്ടത്തോടെ ഫ്ലാറ്റിനകത്തെത്തി. അവരങ്ങനെ അടുക്കളയിലും ഹോളിലുമായി മൂളിപ്പാടി നടക്കുകയാണ്. കുറെ എണ്ണത്തെ തല്ലിക്കൊന്നും ബാക്കിയുള്ളതിനെ ആട്ടി ഓടിച്ചും ഞാൻ വശം കെട്ടു. ഒരുവിധം എല്ലാത്തിനെയും പുറത്താക്കി ജനല് അടച്ച് ഫ്ലാറ്റിനകത്ത് തന്നെ ഇരിപ്പായി. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ എത്തുന്ന പട്ടരെ കുറിച്ച് ഓർത്തപ്പോൾ പുറത്തെ തുളസിച്ചെടി മൊത്തത്തോടെ പറിച്ച് കയ്യിൽ കൊടുക്കാൻ തോന്നിപ്പോയി. പിന്നീട് ഓരോ പ്രാവശ്യം പുറത്തിറങ്ങുമ്പോഴും വളരെ ജാഗ്രതയോടെ കതക് മെല്ലെ തുറന്ന് പട്ടര് വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം പുറത്തു കടന്നു. അങ്ങനെ പട്ടരുടെ പിടിയിൽപ്പെടാതെ ഏതാണ്ട് ഒരാഴ്ച ഞാൻ മുങ്ങി നടന്നെന്ന് പറഞ്ഞാൽ മതിയല്ലോ.